കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ കാലിക്കറ്റ് സർവകലാശാല വിസിക്കും PVCക്കും പുതിയ കാറുകൾ വാങ്ങാൻ സിൻഡിക്കേറ്റ് തീരുമാനം. ഇതിനായി സർവകലാശാല തനത് ഫണ്ടിൽ നിന്ന് 75 ലക്ഷം രൂപ അനുവദിച്ചു. സർവകലാശാലയുടെ വിവിധോദ്ദേശ ആവശ്യങ്ങൾക്കായി 2 ടൊയോട്ട ഇന്നോവ മൾട്ടി യൂട്ടിലിറ്റി വാഹനങ്ങൾ വാങ്ങുന്നു എന്നാണ് സർവകലാശാല സർക്കുലർ പറയുന്നത്. ഇപ്പോഴുള്ള ക്രിസ്റ്റ കാറിൽ വേണ്ടത്ര AC ഇല്ലെന്നും വിശാലത കുറവെന്നും ചൂണ്ടിക്കാണിച്ചാണ് കൂടുതൽ AC കിട്ടുന്നതും വിശാലതയുള്ളതുമായ ഇന്നോവ ഹൈബ്രിഡ് മൾട്ടി കാറുകൾ വാങ്ങുന്നത്. എന്നാൽ ഇപ്പോഴുള്ള വാഹനങ്ങൾ കഴിഞ്ഞ വർഷം മാത്രം വാങ്ങിയവയും വളരെ കുറച്ചു ദൂരം മാത്രം ഓടിയവയുമാണ്. സംസ്ഥാന സർക്കാർ കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് നൽകുന്ന ഗ്രാന്റിൽ വെട്ടിക്കുറവ് വരുത്തിയ കാലത്താണ് പുതിയ വാഹനം വാങ്ങുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ പ്രതിവർഷം വിദ്യാർത്ഥികളുടെ ഫീസും സർവകലാശാല നൽകുന്ന സേവനങ്ങൾക്ക് 5% വർധനവ് വരുത്തുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ പുതിയ വാഹനം വാങ്ങുന്നതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ഡീസൽ വാഹനങ്ങൾ വാങ്ങാനാണ് സംസ്ഥാന സർക്കാർ അനുമതി ഉള്ളതെങ്കിലും 2 പെട്രോൾ വാഹനങ്ങളാണ് വാങ്ങുന്നത് എന്നാണ് അറിയുന്നത്. സർവകലാശാലയ്ക്ക് കീഴിലുള്ള ലക്ഷദ്വീപിലെ വിവിധ സെന്ററുകളിൽ നിന്നുള്ള വരുമാനവും വിദൂര വിദ്യാഭ്യാസ വിഭാഗത്തിന് കീഴിലുള്ള കോഴ്സുകൾ കുറവായതിനാൽ ഈ വഴിയുള്ള വരുമാനവും നിലച്ച അവസ്ഥയിലാണ്. 250 കോടിയോളം ചെലവിട്ട് വിവിധ കെട്ടിടങ്ങളും നിർമ്മിച്ച സാഹചര്യത്തിൽ സർവകലാശാല വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുമ്പോഴാണ് 75 ലക്ഷം ചെലവിട്ട് വാഹനങ്ങൾ വാങ്ങാനുള്ള തീരുമാനം. റിപ്പോർട്ടർ സാനിയോ ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.